ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യ ഒരുക്കിയിരുന്ന റഡാർ സംവിധാനത്തെ ഓർത്ത് നാം തന്നെ അത്ഭുതപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന് സമാനമായ പല സംവിധാനങ്ങളും കേരളത്തിലും ഒരുക്കാൻ കേന്ദ്ര സർക്കാരും ഇന്ത്യൻ സൈന്യവും ശ്രമിക്കുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും കേരളത്തിലും റഡാർ സംവിധാനം, റഡാർ നിരീക്ഷണം, അതിനുള്ള കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കുകയാണ്. നമ്മുടെ ബേഗ്പൂർ തുറമുഖത്തിന് ഏതാണ്ട് അതിൻ്റെ വിപരീതമായിട്ടുള്ള, അതിന് നേരെ വെറും വിപരീതമായിട്ട് കിടക്കുന്ന ഭൂമിയിൽ ആണ് ഈ പുതിയ റഡാർ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് സംബന്ധിച്ച് നമ്മുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രതിരോധ വിഭാഗം അവർ നേരിട്ടാണിത് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റ് നടപടിക്രമങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രതിരോധ വിഭാഗത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതിയുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാതെ അവർക്ക് നേരിട്ട് ഭൂമി ഏറ്റെടുത്ത് ഇത് ചെയ്യാം. അപ്പോൾ അവരാണിത് ഇതിനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ അതിനുള്ള പ്രതിരോധ വിഭാഗത്തിൽ നിന്ന് അതിനുള്ള അനുമതികൾ കിട്ടിയാൽ മാത്രം മതി. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ്, അതിൻ്റെ കീഴിലുള്ള 40 ഏക്കർ ഭൂമിയിലാണ് ഇത് ഈ റഡാർ കേന്ദ്രം വരുന്നത്. ഇത് പ്രധാനമായിട്ടും ഈ തെക്കൻ സംസ്ഥാനങ്ങളെ, നമ്മളെ ഇന്ത്യയിലെ ഈ ദക്ഷിണ ഭാഗത്ത് കിടക്കുന്ന കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ തെക്കൻ സംസ്ഥാനങ്ങൾ, ഇതെല്ലാം ധാരാളം കടലോരം ഉള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയാണ് ഈ റഡാർ വരുന്നത്. റഡാറിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അറബിക്കടൽ ഒന്ന്. അപ്പോൾ അറബിക്കടലിന് നിന്ന് അറബിക്കടലിലൂടെ നമുക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ തീർച്ചയായിട്ടും പാകിസ്ഥാനും ഇറാനെയും ഒക്കെ നമ്മൾ ഈ കാര്യത്തിൽ കരുതിയിരിക്കണം. ഇറാനൊന്നും ഇന്ത്യയെ അങ്ങനെ ആക്രമിക്കാൻ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്നാലും കരുതൽ നമുക്ക് വേണം. അതുപോലെ തന്നെ അല്ലാതെ പാകിസ്ഥാന്റെ സ്വപ്നമാണോ ഇന്ത്യക്കെതിരെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യം രൂപപ്പെടുത്തി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം, ഇന്ത്യ പിടിച്ചെടുക്കും. അതെ, ഇറാനും തുർക്കിയും അടക്കമുള്ള അസർബൈജാനും അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നിക്കുന്നു. ഒരു ഭാഗത്ത് ബംഗ്ലാദേശിന് പിന്തുണ ലഭിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു വലിയ ഭീഷണി കൂടെ ഉണ്ട്. നമ്മളെ കാണാതെ വിട്ടുകളയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയിൽ നമുക്കറിയാം ചൈന വലിയ തോതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട്. അവിടെ ഹമ്പൻ തോട്ട എന്ന് പറഞ്ഞൊരു തുറമുഖം ചൈന ദീർഘകാലത്തേക്ക് പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അവിടെ ഈ ഒരു വ്യോമതാവളം, ഒരു എയർ ബേസ് നിർമ്മിക്കാനുള്ള നീക്കം ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു പുതിയ ഈ പറയുന്ന പ്രതിരോധ റഡാർ സംവിധാനം നമ്മൾ ഒരുക്കുന്നത്. ഇത് നിസ്സാര കാര്യമല്ല. അതായത് നമ്മുടെ ഈ റഡാറിൻ്റെ കഴിവുകൾ, അതിൻ്റെ പ്രവർത്തന പരിധി കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ റഡാർ സംവിധാനത്തിൽ നമ്മൾ വിചാരിക്കും വിമാനങ്ങളെയും യുദ്ധവിമാനങ്ങളെയും മാത്രമായിരിക്കും ഈ റഡാർ. അങ്ങനെയല്ല. അന്തരീക്ഷത്തിലൂടെ വരുന്ന എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഈ റഡാർ സംവിധാനത്തിന് കഴിയും. അതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത്, ഒന്ന് ഈ യുദ്ധവിമാനങ്ങൾ, സാധാരണ വിമാനങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ഈ റഡാർ കൃത്യമായിട്ട് പിടിച്ചെടുക്കും. പിന്നെ ഉള്ളത് ക്രൂയിസ് മിസൈലുകൾ, അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇത് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഡ്രോണിൻ്റെ ആക്രമണങ്ങൾ, വളരെ ഉയരത്തിൽ പറക്കുന്നതും താഴ്ന്ന് പറന്നു വരുന്നതുമായ ഡ്രോണുകളുണ്ട്. ഇതിൽ ഡ്രോണുകളുടെ ആക്രമണം, ഈ ഡ്രോണുകളിൽ ചെറിയ ചെറിയ റോക്കറ്റുകൾ കൊണ്ടുവന്ന്, ചെറിയ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇത് നമുക്ക് നേരെ അയക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ കണ്ടെത്താൻ കൃത്യമായിട്ടും അങ്ങനത്തെ ശക്തമായ നിരീക്ഷണം ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ് നമ്മുടെ ഈ ബോംബെ തുറമുഖം അടക്കമുള്ള പ്രദേശം, ബോംബെ, അതുപോലെ തന്നെ മംഗലാപുരം പോർട്ട്, ഇതൊക്കെ നമ്മുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണ്. അതുപോലെ കൊച്ചിൻ നേവൽ ബേസ്, അതൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. ഏഴിമല നാവൽ അക്കാഡമി, അതൊരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. അവിടെയൊക്കെ ഈ പ്രതിരോധ സംവിധാനം നമുക്കുണ്ടാകും. അവിടെ കാരണം ഇപ്പം നേവൽ ബേസ് എന്ന് പറഞ്ഞാൽ നേവിയുടെ ആസ്ഥാനം പോലെയാണ്. അവിടെ നമ്മുടെ നേവിയുടെ ദക്ഷിണ കമാൻഡിൻ്റെ കേന്ദ്രമാണ് ഈ കൊച്ചിൻ നേവൽ ബേസ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ സംവിധാനങ്ങളും, പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടാവും. ഏഴിമല നേവൽ അക്കാഡമിയിൽ അവിടെയും ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാകും. പക്ഷെ അതല്ലാതെ ഒരു
നമുക്കല്ലാത്ത ഒരു സംവിധാനം അല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥാപിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് അല്ലെങ്കിൽ മിലിറ്ററി ഇൻ്റലിജൻസിനെ ഒക്കെ അത് സംബന്ധിച്ച് ചില സൂചനകൾ കിട്ടിയത് കൊണ്ടാണ് അവർ ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇത് നമുക്കറിയാം, എല്ലാ റഡാറുകളും 360 ഡിഗ്രിയിൽ കൃത്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇവിടെ ഈ കോഴിക്കോടുള്ളതിനും അങ്ങനെ തന്നെയാണ്, 360 ഡിഗ്രിയിൽ അത് പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ, അല്ലെങ്കിൽ ഈ ചൈന ശ്രീലങ്കയിൽ എയർബേസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആക്രമിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നേരെ ഏതെങ്കിലും ഒരു മിസൈൽ തൊടുത്താൽ, അവിടെ നിന്നൊരു യുദ്ധവിമാനം പറന്നു പൊങ്ങിയാൽ അത് റഡാറിന് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. റഡാർ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ നമുക്കറിയാം, പണ്ട് ഈ ഉത്തരേന്ത്യൻ മേഖലയിലാണ് കൂടുതൽ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലേക്കും ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യ എത്തിക്കുകയാണല്ലോ. അവർ വളരെ കൃത്യമായിട്ട് ദക്ഷിണേന്ത്യയെ, കാരണം അത് അവിടെ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും ഇത്രയും സുരക്ഷ, ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് എന്ത് ഗുണമുണ്ടാകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായ പാകിസ്ഥാന്റെ പ്രശ്നങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തൊക്കെ ഈ ബാഹ്യ ആക്രമണങ്ങൾ മാത്രമല്ല, ആന്തരികമായിട്ടും നമുക്ക് ശല്യങ്ങളുണ്ട്. ഇപ്പോൾ കട്ടിംഗ് സൗത്തൊക്കെ പോലെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കട്ടിംഗ് സൗത്ത് പോലെയുള്ള ശ്രമങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്ന് ദക്ഷിണേന്ത്യയെ വിഘടിപ്പിച്ച് മറ്റൊരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാനുള്ള നീക്കമാണ്. അങ്ങനെ വരുമ്പോൾ ഈ അകത്തു നിന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ പെട്ടെന്ന് പുറത്തുനിന്നൊരാക്രമണം നടക്കുന്നു. നമ്മൾ അന്തം വിട്ടുപോകും. ഇത് രണ്ടും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ, രണ്ടിനെയും ഒരേ സമയം എതിർക്കാനും അടിച്ചമർത്താനും നമുക്ക് പറ്റിയില്ലെന്ന് വരും. അപ്പോൾ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ വേണം, മുന്നൊരുക്കങ്ങളിലൂടെ വേണം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട്. ഈ പറഞ്ഞതുപോലെ അവിടുന്ന് മിസൈൽ വന്നാൽ കഴിഞ്ഞില്ലേ, ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചാൽ, അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ വീണ് നമ്മുടെ പ്രദേശത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതാണ്. അത് തീർച്ചയായിട്ടും അതിനെ തടയേണ്ടതും ജനങ്ങളുടെ, പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിനാണ് അവർ സൈന്യത്തെ ചെല്ലും ചെലവും കൊടുത്ത്, ഇത്ര വലിയ ചിലവൊക്കെ കൊടുത്തു എല്ലാ രാജ്യങ്ങളും പോറ്റുന്നത്. വെറുതെ അല്ലാതെ ആൾക്കാർക്ക് തലയ്ക്ക് ബുദ്ധിസ്ഥിരത ഇല്ലാത്തതുകൊണ്ടല്ല കോടാനുകോടി രൂപ ഈ പ്രതിരോധ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുന്നത്. അത് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ അതിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ രക്ഷിക്കുക, അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന നിലപാടോടുകൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ റഡാറിൻ്റെ ചില വിശേഷങ്ങൾ ഇവിടെ നമ്മൾ പറയണം. ഈ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നാഡീകേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് സംയോജിച്ചാണ് ഈ റഡാർ കേന്ദ്രം പ്രവർത്തിക്കുക. ഈ റഡാറിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂയിസ് മിസൈൽ, ബാലിസ്റ്റിക് മിസൈലുകൾ, വ്യോമാക്രമണങ്ങൾ, ഇതെല്ലാം തടയാനുള്ള കരുത്ത് റഡാറിനുണ്ടാവും. ഈ റഡാറിൽ നിന്ന് അതിനെ കണ്ടെത്താനും അതിനപ്പോൾ തന്നെ പ്രതിരോധം തീർക്കാനും തിരിച്ച് പ്രതിരോധ മിസൈലുകൾ അയച്ച് അതിനെ നശിപ്പിക്കാനും ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ ഈ പറഞ്ഞതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ കീഴിലുള്ള ഭൂമിയിൽ ഈ റഡാർ കേന്ദ്രം വരുന്നതോടുകൂടി നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശക്തിപ്പെടും. പിന്നെ ഈ റഡാർ ഇരിക്കുന്നത് ഒരിടത്തായിരിക്കും, മിസൈൽ ഇരിക്കുന്നത് മറ്റിടത്തായിരിക്കും. അപ്പോൾ റഡാറിൽ വരുന്ന സിഗ്നലുകൾ പിടിച്ചെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ സെക്കൻഡിൻ്റെ എത്രയോ ഒരു ചെറിയ അംശത്തിനുള്ളിൽ അത് മിസൈൽ കേന്ദ്രത്തിലേക്ക് കൊടുക്കും. മിസൈൽ കേന്ദ്രം അവിടുന്ന്, ഇപ്പോൾ കോഴിക്കോടെന്ന് പറയുമ്പം ഏഴിമല നാവൽ അക്കാഡമിയൊക്കെ അടുത്താണ്, കൊടുക്കും. അവിടുന്ന് വളരെ കൃത്യമായിട്ട് മിസൈലുകൾ പോവുകയും ഈ ലക്ഷ്യത്തിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന സംവിധാനങ്ങളെ തകർക്കുകയും ചെയ്യും. അതുപോലെ കൊച്ചിൻ നേവൽ ബേസിൽ നമുക്ക് ഈ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ രഹസ്യമാണ്. ഇത് എവിടെയാണ് ഇതിനെ വിന്യസിച്ചിരിക്കുന്നത്, എവിടെയൊക്കെയാണ് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്നതെന്നൊന്നും പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. പൊതുജനങ്ങൾ അത് അറിയേണ്ട കാര്യവുമില്ല. അതൊക്കെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു റഡാർ സംവിധാനം വരുന്നതോടുകൂടി കേരളത്തിൻ്റെ തീര സുരക്ഷ കുറേ കൂടി വർദ്ധിക്കുകയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ മുംബൈ അറ്റാക്ക് കണ്ടതാണ്, അതുപോലൊരു ആക്രമണം കേരളത്തിൻ്റെ നേർക്കുണ്ടായാൽ എല്ലാ ശക്തിയും എടുത്ത് അതിനെ പ്രതിരോധിക്കാനും അതിനെ തച്ച് തകർക്കാനുമുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.